ഇറങ്ങുമായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങുമ്പോ ഒന്ന് പറഞ്ഞിട്ട് ഇറങ്ങണ്ടേ? നമ്മൾ ഒരുമിച്ചിട്ട് അങ്ങോട്ട് പോയത്, പിന്നെ തിരിച്ചു ഒരുമിച്ച് തന്നെ വരായിരുന്നല്ലോ. അമ്മോ, ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ? അമ്മോ, നീ കരയുമായിരുന്നോ? എന്തു പറ്റി? എന്ത് കാര്യം? പറ നീ. അമ്മ വെറുതെ എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറയുന്നുണ്ടോ നീ? അമ്മ നീ പറയുന്നുണ്ടോ? അത് ഞാൻ എല്ലാരും വിളിച്ചോണ്ട് വരുന്നു. എല്ലാരും വന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യം എന്താന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഓ, എന്നാ ശരി, നീ പറയണ്ട. ഞാൻ ബാക്കിയുള്ളവരെ വിളിച്ചിട്ട് വരാം. ജിത്തു, പ്ലീസ് ആരോടും പറയല്ലേ. ഓക്കെ ഫൈൻ, ഞാൻ ആരോടും പറയുന്നില്ല. പക്ഷെ കാര്യം എന്താന്ന് നീ എന്നോട് പറ. പറയാം. അമ്മ, അപ്പൊ നിനക്ക് സിദ്ധുവിനെ ഇഷ്ടമാണോ? ഇഷ്ട, ഒരുപാട് ഇഷ്ട. ബട്ട് അമ്മ, സിദ്ധുവിന് നിന്റെ ഇഷ്ടമല്ലല്ലോ. അത് നിന്റെ മുഖത്ത് നോക്കി ഇന്നവൻ പറയുകയും ചെയ്തു. പിന്നെ എന്തിനാ പെണ്ണ വീണ്ടും ഒരു പട്ടീനെ പോലെ അവന്റെ പുറകെ നടക്കുന്നു നീ? പക്ഷെ ജിത്തു, ഞാൻ അങ്ങനെ ഇഷ്ടപ്പെട്ടു പോയിടാ. ഇനി അങ്ങയുടെ സ്ഥാനത്ത് മറ്റൊരാളെ എനിക്ക് കാണാൻ കഴിയില്ല. I really love him. അമ്മു, നിനക്കിപ്പോ പ്രേമം തലയ്ക്ക് പിടിച്ച് നിക്കോ? ആ സ്ഥിതിക്ക് ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നിന്റെ തലയ്ക്കകത്തോട്ട് കേറാൻ പോകുന്നില്ല. തന്നെത്താൻ അനുഭവിക്കേ. ഇനി നീ വേദനിച്ചാലേ പഠിക്കൂ. അനു, ഇനി കല്യാണത്തിന് 1 month കൂടി ഉള്ളൂ. അതോടെ കഴിഞ്ഞാൽ പിന്നെ നീ എന്റെ ഭാര്യ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ 6 month ബ്രേക്ക് എന്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യത്തിലേക്കുള്ള ബ്രേക്ക് ആവുമെന്ന്. അതെ ശ്രീയേട്ടാ, ഒരിക്കൽ പോലും ഇത് ഞാൻ പ്രതീക്ഷിച്ചതല്ല. അങ്ങ് കൊറേ കിടക്കുന്ന ശ്രീയേട്ടൻ ഇവിടെ വരിക, വീട്ടുകാരെല്ലാരും കൂടെ ചേർന്ന് നമ്മുടെ കല്യാണം ഉറപ്പിക്കുക, ഒക്കെ ഒരു സ്വപ്നം പോലെ തോന്നുക. രാവിലെ ഉറക്കം ഉണരുമ്പോ മാഞ്ഞു പോകുന്ന ഒരു സ്വപ്നം. എന്നാലേ ഈ സ്വപ്നം മാഞ്ഞു പോകുന്ന രീതിയിൽ നീ ഒരിക്കലും ഉറക്കം ഉണരില്ല. കാരണം ഇപ്പോൾ നിന്റെ സ്വപ്നത്തിൽ നിന്നോട് ചേർന്നിരിക്കാൻ ഞാനുമുണ്ട്. ഓ ശ്രീയേട്ടാ, നിങ്ങൾ സാഹിത്യമൊക്കെ പറയൂ. ഇത് സാഹിത്യമല്ല അനു, എന്റെ ഉള്ളിൽ നിന്നോടുള്ള പ്രണയത്തിന്റെ ആദ്യ വരികളാണിവ. എന്റെ പൊന്ന് ശ്രീയേട്ടാ, എനിക്കിപ്പോ നിങ്ങൾ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. സെക്കൻഡ് ലാംഗ്വേജ് മലയാളമാണ് ഞാൻ എടുത്തത്. എനിക്ക് പോലും ഇത്രയ്ക്ക് നന്നായിട്ട് വർണ്ണിക്കാൻ കഴിയില്ല. കുറെ ജനിച്ച നിങ്ങൾക്ക്, അതും അമ്മ മലയാളിയാണെന്നുള്ള കാരണത്താൽ മാത്രം ഇത്രയ്ക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നു. നിങ്ങൾ എനിക്കിപ്പോ ഒരു അത്ഭുതമാണ് ശ്രീയേട്ടാ. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റിനോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവില്ലേ? ആ സബ്ജക്റ്റ് എത്ര ടഫാണെന്ന് പറഞ്ഞാലും നമ്മൾ മിനിറ്റുകൾക്കകം അത് പഠിച്ചു കഴിയില്ലേ? അതുപോലെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റാണ് മലയാളം. അതുകൊണ്ട് തന്നെ കൊച്ചിലെ മുതൽ അമ്മ മലയാളം പറയുന്നത് കേൾക്കുമ്പോൾ അത് പഠിക്കാൻ വല്ലാത്ത ആഗ്രഹം തോന്നിയിട്ടുണ്ട്. പിന്നീട് ആ ആഗ്രഹം വിട്ടു കളഞ്ഞില്ല. കുട്ടിക്കാലത്തുണ്ടായ ഒരു ക്യൂരിയോസിറ്റിയുടെ പേര് പഠിച്ചു തുടങ്ങിയ ലാംഗ്വേജ് ആണ്. പിന്നീട് അങ്ങോട്ട് വളരും തോറും കൂടുതൽ പഠിച്ചുകൊണ്ടേയിരുന്നു. എനിക്കിപ്പം മലയാളം എഴുതാനും അറിയാം, വായിക്കാനും അറിയാം. ഈ കാര്യം എൻ്റെ ഡാഡിന് പോലും അറിയില്ല. പിന്നീട് എൻ്റെ മലയാളി ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഓരോ ബുക്കൊക്കെ വാങ്ങിക്കും, നോവൽസൊക്കെ. അതിലെ വരികൾ കഷ്ടപ്പെട്ടിട്ടായാലും വായിച്ച് മനസ്സിലാക്കും. പിന്നീട് അത് ശീലമായി. എന്തായാലും അത് നന്നായി. നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് കുറെ പഠിക്കേണ്ടതായിട്ട് വന്നില്ലല്ലോ. ഭാഗ്യം. വന്നില്ല, ബട്ട് അവിടെ ജീവിക്കുമ്പോ അത് പഠിക്കേണ്ടി വരുമല്ലോ. അത് അപ്പോഴല്ലേ. പിന്നെ നീ ഹാപ്പി അല്ലേ? അതെ ശ്രീയേട്ടാ, ഞാൻ ഹാപ്പിയാ. ആദ്യം ഒന്ന് ഷോക്കായി എന്നുള്ളത് സത്യം. അപ്പം ഒക്കത്തിനോടും പൊരുത്തപ്പെടാനും കല്യാണത്തെ പറ്റി ചിന്തിക്കാനും എനിക്ക് ടൈം വേണമായിരുന്നു. ഇപ്പൊ എന്റെ മനസ്സിലെ തന്നെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു. ഇപ്പൊ എല്ലാം കൊണ്ടും ഈ കല്യാണത്തിനോട് ഞാൻ തയ്യാറാണ് ഏട്ടാ. അത് കേട്ടാ മതി എനിക്ക്. രുദ്ര, നീ എന്താടി നോക്കുന്നേ? കുറെ നേരമായല്ലോ. അമ്മ, അത് എന്റെ ഡയറി കാണുന്നില്ല. എത്ര ദിവസമായെന്നറിയോ?
ആ ഡയറി നിനക്ക് ഇതുവരെ കിട്ടിയില്ലേ? അതെങ്ങനെയാ വല്ലോടത്തൊക്കെ കൊണ്ടുവച്ചിട്ട് വേറെ വല്ലോടത്തുമായിരിക്കും പോയി തപ്പണേ. നീ കൊണ്ട് മാറോ, ഞാൻ നോക്കട്ടെ. ഇവിടൊന്നും കാണുന്നില്ലല്ലോ. നീ എവിടെ കൊണ്ടാ വെച്ചത്? അമ്മ ഞാൻ ഇവിടെ തന്നെ വെച്ചത്. ഇവിടെ വെച്ചതാണെങ്കിൽ ഇവിടെ കാണണ്ടേ? ഒരു കാര്യം ചെയ്യ്, എന്റെ കയ്യിൽ ഒരു ഡയറി ഉണ്ട്, ഞാൻ അത് തരാം. നീ തൽക്കാലം അതിൽ എഴുതുക. ഇതിലെന്താ എഴുതിയിരിക്കുന്നതെന്ന് ഞാൻ എങ്ങനെ അറിയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്കറിയാം ഒരാളുടെ ഡയറി വായിക്കുന്നത് തെറ്റാണ്, പക്ഷെ എന്തോ ഈ ഡയറി ഞാൻ വായിക്കേണ്ടതാണെന്ന് മനസ്സ് പറയുന്നു. പക്ഷെ മനസ്സിലിരുന്ന് പറഞ്ഞാൽ പോരെ, മലയാളം വായിക്കാൻ എനിക്കറിയണ്ടേ. ഞാനിതെങ്ങനെ വായിക്കും? ഐഡിയ. എന്റെ എട്ടിക്കുട്ടങ്ങളൊപ്പം ഞാൻ എന്തിനു കഷ്ടപ്പെടണം? ഹലോ എഡ്വി. ഹലോ ഹർഷ, എന്നാടാ നിനക്ക് സുഖമാണോ? എനിക്ക് നല്ല വർക്കായിരുന്നടാ, അതാ ഞാൻ വിളിക്കാത്ത. ഓ ആണോ? അത് സാരമില്ലടാ, എനിക്കറിയാവുന്നതല്ലേ നിന്റെ ബിസിയൊക്കെ. പിന്നെ എന്തുണ്ട് വിശേഷം? എങ്ങനെയുണ്ട് അവിടെയൊക്കെ? എല്ലാത്തിനുമായിട്ട് അഡ്ജസ്റ്റ് ആയോ നീ? ആയടാ. പിന്നെ നീ എന്താ ചെയ്യുമായിരുന്നടാ? അതോ, ഞാനൊരു പ്രൊജക്ടിന്റെ പുറകെ ആയിരുന്നടാ. 1 മന്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാ. ബിഗ് പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റ് എങ്ങനെ സക്സസ് ആയ കമ്പനിക്ക് 1 ലാഭമായിരിക്കുമടാ. ഈ പ്രൊജക്റ്റ് സാർ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, അപ്പൊ അദ്ദേഹത്തിന്റെ വിശ്വാസം ഞാൻ തകർക്കാൻ പാടില്ലല്ലോ. സോ അതിനുവേണ്ടി ഞാൻ നല്ല പരിശ്രമത്തിലാടാ. ഓ ആണോ? എന്നാ നീ വർക്ക് ചെയ്തോ, ഞാൻ ചുമ്മാ വിളിച്ചതാ. ആടാ ഹർഷ, ഞാനൊക്കെ കഴിഞ്ഞ് ഫ്രീ ആവുമ്പോൾ ഞാൻ വിളിക്കാം. അന്ന് നമുക്ക് ശരിക്കും സംസാരിക്കാം കേട്ടോ. ആടെ എഡ്ബി, പിന്നില്ലടാ, ഞാൻ നിനക്ക് കുറച്ച് ഫോട്ടോസ് അയച്ചു തരാം. നീ എനിക്കത് എന്താ എഴുതിയിരിക്കുന്നതെന്നൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമോ? ആടാ നോക്കട്ടെ, എന്തായാലും നീ അയക്ക്. ഡാ ഹർഷ, ഇത് കുറെ ഉണ്ടല്ലോ. ഇത് നിനക്ക് ഇപ്പൊ തന്നെ പറഞ്ഞു തരണോ? ഫുള്ള് ഞാൻ വായിച്ചു കഴിഞ്ഞാൽ സാവധാനം പറഞ്ഞു തന്നാ പോരെ? ഞാൻ പറഞ്ഞില്ലേടാ ഒരു പ്രൊജക്ടിന്റെ പുറകെയാന്ന്. അപ്പോൾ 1 മന്ത് കഴിയുമ്പോഴേ ഞാൻ ഫ്രീ ആവത്തുള്ളൂ. അന്നേരം പറഞ്ഞു തന്നാ മതിയോ? നിനക്ക് ഇപ്പൊ തന്നെ അറിയണോ ഇതൊക്കെ എന്താ എഴുതിയിരിക്കുന്നതെന്ന്? ഇപ്പൊ തന്നെ അറിയണമെന്നൊന്നുമില്ലടാ, നീ ഫ്രീ ആവുമ്പോ പറഞ്ഞു തന്നാ മതി. നിനക്ക് സമയം കിട്ടുമ്പോ മറക്കാതെ പറഞ്ഞു തന്നാ മതി. ഓ ഓക്കെ, എന്നാ ശരിടാ, ഞാൻ വെക്കുവാണേ, വർക്കുണ്ട്. ആടാ ശരി. നീ ഫുഡ് കഴിക്കുക. നീ ഇങ്ങനെ എന്നോടുള്ള വാശിക്ക് കഴിക്കാതിരുന്ന നമ്മുടെ കുഞ്ഞിന് തന്നെ ദോഷം. പ്ലീസ് ആമി, നീ ഒന്ന് കഴിക്കുക. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? പ്ലീസ് ദീദി ഒന്ന് കഴിക്കേ. ദീദി കഴിച്ചില്ല, ഞാനും കഴിക്കത്തില്ല. പ്ലീസ് ദീദി കഴിക്കേ. ഏട്ടാ, ദീദിക്ക് വാരിക്കൊടുക്ക്. ആമി, നീ കഴിക്കാൻ നോക്കിയേ. നീ എന്താ കൊച്ചു കുഞ്ഞാണോ വാരിത്തരാൻ? സിദ്ധു, നീ കണ്ടില്ലേ എന്റെ കൈ ആകെ അഴിക്കാം, ഒന്ന് വാരിത്താടാ. ഓ, ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഇങ്ങതാ, ഞാൻ വാരിത്തരാം. സിദ്ധു, ഹൗസ് ഇറ്റ്? എങ്ങനെയുണ്ട് എന്നെ കാണാൻ? You look so beautiful. ഇത്രയ്ക്ക് സുന്ദരിയായ ഒരു പെണ്ണിനെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്ന് പോ സിദ്ധു, എനിക്ക് നാണം വരുന്നു. സീതാമ്മേ, രുദ്ര എന്തിയെ? അവൾ ഒരുങ്ങുക പോലെ. ഒരുങ്ങുന്നോ? എവിടെ പോവാൻ? ഓ അതോ, നെക്സ്റ്റ് വീക്ക് യോഗ ഡേ അല്ലേ, അപ്പൊ അവരുടെ കോളേജിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട് അത്ര. അപ്പൊ മിസ് പറഞ്ഞു എല്ലാവരും മസ്റ്റായിട്ട് ഒരു യോഗയെങ്കിലും കാണിക്കണമെന്ന്. അതുകൊണ്ട് ഇവിടെ അടുത്ത് യോഗ പഠിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് പോകാൻ ഒരുങ്ങുക.
ഓ ആണോ? എന്നാ രുദ്രയോടെ ഞാനും പൊക്കോട്ടെ. ആ നീയും ചെല്ലു മോനെ. യോഗയൊക്കെ പഠിക്കുന്നത് നല്ലതല്ലേ, ഞാൻ അവളോട് പറഞ്ഞേക്കാം. എന്നാ സീതാമ്മ ഞാൻ പോയി ഒരുങ്ങിട്ട് വരാം. അവളോട് പോകല്ലെന്ന് പറഞ്ഞേക്കണേ. അമ്മേ ഞാൻ ഇറങ്ങുവാന്നേ. മോളെ നിക്ക്, ഹർഷൻ മോന് വരുന്നുണ്ടെന്ന്, നീ അവനെ കൂടെ കൊണ്ടുപോകും. ഹർഷനോ? അതിന് ഹർഷനെ എങ്ങനെ അറിഞ്ഞു ഞാൻ പോകുന്ന കാര്യം? അത് ഹർഷൻ ഇങ്ങോട്ട് നിന്നെ തിരക്കി ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനാ പറഞ്ഞ നീ യോഗിക്ക് വരുമെന്ന്. അപ്പൊ ഹർഷൻ മോനും നിന്റെ കൂടെ വരണോന്ന് പറഞ്ഞു. ഓ ആണോ? എന്നാ ഞാൻ ചെന്ന് നോക്കിട്ട് വരട്ടെ. ഏതാ ഇടുക? ആ ഇതിടാം. ഹർഷേട്ടാ, എന്റെ പൊന്നെ എന്തുവാ ഇത്? അവിടെ നിന്ന് ചിരിക്കാതെ വന്ന് ഊരിത്താടി. എന്നാ വേണ്ട ഹർഷേട്ടാ ഇത്? ഒരു ജുബ്ബ പോലും അറിയാത്ത ആളാണ് എന്റെ കൂടെ യോഗ ചെയ്യാൻ വരുന്നത്. ഓഹോ, യോഗയൊക്കെ എനിക്കറിയാം. ഞാൻ അതൊക്കെ പുഷ്പം പോലെ ചെയ്യും. ഇല്ല നീ കണ്ടോ? കണ്ടാ മതി. എന്തായാലും വേഗം വേറെ ഡ്രസ് ഇട്ടിട്ട് വാ, സമയം പോകുന്നു. അമ്മേ, അമ്മ. പിടിക്ക് പിടിക്ക്, വിളിക്ക് വിളിക്ക്. അമ്മ വേദനിക്കുന്നു വേദനിക്കുന്നു. അയ്യോ, ഏത് നാണക്കെടുത്തു. ഏത് നേരത്താണോ? അങ്ങനെ കുഞ്ഞു കുഞ്ഞടികളും കുസൃതികളുമായി ഒരു മാസം കടന്നുപോയി. രുദ്രയുടെയും ഹർഷന്റെയും പറയാതെ പറഞ്ഞ പ്രണയത്തിൽ അവർ തുടരുമ്പോ അനുവും ശ്രീയും ആവട്ടെ തങ്ങളുടെ വിവാഹാലോചനയിലാണ്. അമ്മുവും സിദ്ധുവിന്റെയും കാര്യം പറയുവാണെങ്കിൽ അമ്മു ഇപ്പോഴും സിദ്ധുവിന്റെ പുറകെ തന്നെയാണ്. പക്ഷെ സിദ്ധുവിന്റെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് അവർക്ക് ലഭിച്ചിട്ടില്ല. എന്നാലും അവള് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇപ്പോഴും സിദ്ധുവിന്റെ പുറകെ തന്നെ ഉണ്ട് ആള്. പിന്നെ വിശ്വയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴും ഹർഷന്റെ പുറകെ വെറുതെ ഫ്ലേർട്ട് ചെയ്ത് അവരെ ശല്യം ചെയ്തുകൊണ്ട് തന്നെ നടക്കുന്നു. പക്ഷേ എന്നിരുന്നാലും ഹർഷൻ വിശ്വനെ ഇപ്പൊ ഒരു ഫ്രണ്ടായിട്ടൊക്കെ കണ്ടു തുടങ്ങി. രുദ്രയോടുള്ള തന്റെ ഇഷ്ടം അറിയുമ്പോൾ വിശ്വ താനെ ഒതുങ്ങിക്കോളുമെന്നാണ് ഹർഷന് വിചാരിക്കുന്നത്. പിന്നെ സീതയും ജയറാമും ശ്രീയും സാമുവും അവരുടെ കാര്യം പറയുവാണെങ്കിൽ കല്യാണത്തിന്റെ തിരക്കൊക്കെ ആയിട്ട് അവരിങ്ങനെ മുന്നോട്ട് പോകുന്നു. இதை செய்தாய் துணையென யாருமே இல்லையே நீதான் நான் உடைந்து போகாதே காதலால் கடந்து போவோமே. എനിക്കറിയില്ല എന്നു മുതലാണ് എന്നോട് ഇഷ്ടം തുടങ്ങിയത്. ഒരു പക്ഷേ നിന്നെ കണ്ടപ്പോ മുതലേ നീ എന്റെ മനസ്സിൽ കയറിയതാ. ഞാൻ ഇതുവരെ നിന്നോട് മറ്റാരെയും സ്നേഹിച്ചിട്ടില്ല. നിന്റെ ആ മനസ്സിന് വേറെ ആർക്കെങ്കിലും സ്ഥാനം ഉണ്ടായിരിക്കുമോ? ഇനി ഉണ്ടെങ്കിൽ ശരി, നീ എന്റേതാ, എന്റേത് മാത്രം. ഈ വിശ്വ സ്നേഹിച്ചതുപോലെ മറ്റാരും നിന്നെ എന്തോ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. എല്ലാവരെയും പോലെ സ്നേഹിച്ചതിനെ ആഗ്രഹിച്ചതിനെ ഒരിക്കലും വിശ്വ വിട്ടുകൊടുക്കില്ല. കാരണം ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നീ മറ്റാർക്കും വേണ്ടി നിന്നെ അങ്ങനെ വിട്ടുകൊടുക്കാൻ എനിക്കാവില്ല. ബിക്കോസ് ഐ ലവ് യു, ഐ റിയലി ലവ് യു.